ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വണ്ടി കഴുകാണ്. പറയ്. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ ഉഡായിപ്പ് വണ്ടി കഴുകാണ്. പുല്ലുവണ്ടിയാണ്. പുല്ലുവണ്ടി കുളിപ്പിച്ചിട്ട് കുറെ കാലമായി. അപ്പൊ ഇതിന് കുളിപ്പിക്കുകയാണ്. ഞങ്ങൾ ആടുകുട്ടികള് കുളികളിൽ കുളിച്ച് സുന്ദരി ആയിക്കണ്ടോ ഗൈസ്. ഇവിടെ കുളം കാട്ടിക്കൂട്ടണ് ഒന്ന് തൊടുമ്പത്തിനോള് എന്താന്നില്ലേ. ചിന്നു ഇങ്ങോട്ട് നോക്ക് വീഡിയോ കണ്ട് പേടിച്ചിക്കണോന്നാണ് അവര്. ചിന്നു കണ്ടിട്ടോ? ഇവിടെ ചിന്നു കണ്ടിട്ടോ? അതൊക്കെ എന്തൊരു ഇങ്ങോട്ട് നോക്കടി കുയിന്തെത്തി. ചിന്നു ആരെ കാട്ടി? നോക്കണില്ലട്ടോ. അല്ലട്ടോ, നോക്കി കുയിന്താണ്. മക്കളെ കാണിച്ചെടുക്കട്ടോ. ഒക്കെ സുന്ദരിയാക്കിക്കണ്. അവളെ കുളിപ്പിച്ചതാണ്ടോ. ചിന്നുവിനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി, സോപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ച് സുന്ദരിയാക്കി. ഇനി ഇതാട്ടോ കുഞ്ഞുങ്ങളി നല്ല കുളിപ്പിച്ച് ഉണങ്ങാൻ വേണ്ടി ഒരു ഇതാ അവിടെ പുറത്ത് കെട്ടിട്ടിരിക്കണം. പുല്ലില് കേറി നിരങ്ങ. ഇതാ രണ്ടാളി കണ്ടില്ലേ? ഓ അർജന്റ് തീറ്റപ്പോ അതൊക്കെ ഇത്രയും നേരം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കേനെ. ഇപ്പൊ ഞങ്ങളെ കണ്ടപ്പോ പെരും തീറ്റ. എന്താ ഉണ്ട് കുളികള് കുച്ച് ചുന്ദരി അയക്കണ് അല്ലേ? കണ്ടോ സുന്ദരന്മാരയക്കണ്. ഒരു കാക്കച്ചത് ഗൈസ്. പിന്നെ ഞങ്ങള് കറുത്ത മരത്തുമ്പോ കായ ഉണ്ടായിക്കണ്ടോ? കണ്ടോ കൈ എത്തണ അവിടെ തന്നെ കറുത്ത ഉണ്ടായിക്ക. കണ്ടോ ഇത് പറിച്ചാലോ? അതിനായിട്ടില്ല. തക്കാളി കണ്ടോ ഉമ്മച്ചിന്റെ തക്കാളി ഉണ്ടായിക്കണ. കണ്ടല്ലേ സൂപ്പർ അല്ലേ? കുഞ്ഞു തക്കാളി ഒക്കെ എന്നാലും ഇതായി പോട്ടോ, ചാടി പോയി കേട്ടോ. അതല്ലിച്ച് കരുന്നാക്കൊന്നുമില്ലേ? ഞാൻ ചാടി എന്നെ പറയൂല. അപ്പൊ കറുത്തണ്ടില്ലേ കണ്ടോ? പറഞ്ഞോ കുളുളും ചിന്ന വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഞങ്ങള്. അങ്ങനെ അടുപ്പിട്ടോ. പിന്നെ പുറത്തായിട്ട് ചെറിയൊരു അടുപ്പുണ്ടാക്കിക്കണം കേട്ടോ. നമ്മൾ രണ്ടടുപ്പുണ്ടാക്കിക്കണേ. അങ്ങനെ പുറത്തായിട്ട് അങ്ങനെ പുറത്തത്തെ അടുപ്പ് കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൊട്ട ചാരി തന്നെ കേട്ടോ. കുറച്ച് അടുത്തായിട്ട് ഇത്രയും വലിയൊരു കെട്ടുണ്ട് കേട്ടോ. ഇത്രയും നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് നന്നായിട്ട് പൊളിഞ്ഞാടി കെട്ടൊക്കെ പൊട്ടി ഞങ്ങൾ വീടുമ്പൊക്കെ വന്ന് പിന്നെ ഇവരിങ്ങനെ കെട്ടിങ്ങാണ്ട് തേച്ചിട്ടു. ഇങ്ങനെ ഒരു പോയിൻ്റ് ചെയ്തു. അങ്ങനെ നല്ല ഹൈറ്റ് നല്ല നീളമുള്ളൊരു കെട്ടാണ്. ഇത് ഞങ്ങളെ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള സ്ഥലം കേട്ടോ. ബാക്കിൽ പറഞ്ഞാൽ തൊട്ട് മുറ്റാണ്. ഞങ്ങൾക്ക് മുറ്റാണ്. ഇങ്ങനെയാണ് വീടിന് ചാരി ഇങ്ങനെയാണ്. ഇതിൻ്റെ ജനലിനൊപ്പം ആ മണ്ണ് ആ കെട്ട് പൊട്ടിയപ്പോൾ വന്നിരുന്നു കേട്ടോ. ജനലിനൊപ്പം ഇങ്ങനെ ജനലൊക്കെ വിണ്ടു. ജനലിനൊപ്പം വന്നു പോലെ എന്നിട്ട് ശരിയാക്കി കെട്ടി ഉണ്ടോ. ഇങ്ങനെ ഈ ജനലിനോടൊപ്പം ഇങ്ങനെ മണ്ണ് വന്ന് ജനൽ ഇവിടെയൊക്കെ കണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയി. ഏതായാലും അതൊക്കെ ഓരോ കെട്ടൊക്കെ ശരിയാക്കി വീണ്ടും ഇങ്ങനെ കെട്ടി പോയിൻ്റ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ വീടിൻ്റെ പരിസരം കേട്ടോ. ഈ കണ്ടതൊക്കെ ഇവിടെ ഇങ്ങനെ വഴി. ഇതാണ് ഞങ്ങളെ വീട്ടിലേക്ക് വരാനുള്ള വഴി കേട്ടോ. 10 അടി വഴിയുണ്ട് മുന്നിൽ. പിന്നെ അവിടുന്ന് അങ്ങനെ തുടർന്നൊരു 7 അടി വഴിയാണ്.
അങ്ങനെ റോഡ് പണി ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഈ വർഷം തന്നെ റോഡ് പണി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഞങ്ങൾക്കുള്ള പോസ്റ്റ്, ഞങ്ങൾ അയൽവാസിയാക്കും ഞങ്ങൾക്കൊക്കെ ഉള്ള പോസ്റ്റാണ്. അങ്ങനെയൊക്കെയാണ് ഇന്ന് ഞങ്ങളെ വീഡിയോ ഒക്കെ. പിന്നുള്ളത് ഇന്ന് ഞാൻ ഉച്ചക്ക് കഴിഞ്ഞ കൊല്ലം കുറച്ച് മഞ്ഞൾ നട്ടിരുന്നു. അപ്പോൾ കുറച്ച് പറിച്ചങ്ങാണ്ടൊക്കെ റെഡിയാക്കിയിരുന്നു. പക്ഷേ ഇത് ഈ 2-3 മരടിൻ്റെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇന്ന് അത് പുറത്ത് അങ്ങനെ ഓരോ പണി ചെയ്തപ്പോൾ കണ്ടപ്പോൾ ഇതും രസം കൂവ, നീലക്കൂവല്ലേ, അതും കണ്ടുട്ടോ. അപ്പോൾ ഇന്നിത് പറിച്ചങ്ങാണ്ട് വരണ്ടി കഴുകി പീങ്ങി ഇപ്പോൾ വെയിലത്ത് വെച്ചുകൊണ്ട് വെച്ചിരിക്കണ്. മറ്റേ ആദ്യത്തത് ഉണക്കി വെച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനി കൂവൻ്റെ പരിപാടിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വിടാം കേട്ടോ. പിന്നെ നമുക്ക് കിണറിൻ്റെ ആഴം കാണണം. നിങ്ങൾക്ക് 35 റിങ്ങാണ് ഈ കിണറിന്. നല്ല ആഴമുണ്ട് കേട്ടോ. ഇത് കത്തി തേക്ക് കേട്ടോ. അവിടേക്ക് പുല്ലരിയാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുന്നു. അപ്പോൾ കത്തി തേക്ക്. എന്താടാ എന്താണ്? അപ്പം ഇന്ന് 4 മണിക്ക് എന്താ കടി നോക്കട്ടോ. കടി ഉണ്ടാക്കണേന്ന് അപ്പോൾ പഴം മുറിച്ചിട്ടത്, പിന്നെ ഗോതമ്പ് പൊടി, ഏലക്കായി, 2 ചെറിയ ജീരകവും ഒരു നുള്ളുപ്പുമാണ്. എന്നിട്ട് പാകത്തിന് രസം വെള്ളം ഒഴിക്കുക. പാലുണ്ടെങ്കിൽ പാലാ ടേസ്റ്റ്. പാലില്ല. ഞാൻ എന്ത് ചെയ്തു, കടി ഉണ്ടാക്കുക. എന്താ കാട്ടണത്? കടി ഉണ്ടാക്കുക. എന്നിട്ടോ കടി ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യുക താത്ത? കടി ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളൊക്കെ പാത്രത്തൊക്കെ എടുത്തിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുക. 4 മണി ചായയും കടിയും വേണ്ടേ? അപ്പം അതന്നെയാ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയിൽ